സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജിൻ്റെ കയ്യിൽ രണ്ട് വാർത്തകളാണ് ഉള്ളത്. ഒന്ന്, പാലാ നഗരസഭ ഇപ്പോൾ അങ്ങേയറ്റം രസകരമായി മാറിയിരിക്കുകയാണ്. UDF വേഴ്സസ് എന്ന് വേണോ അതോ കോൺഗ്രസ് വേഴ്സസ് പുളിക്കക്കണ്ടം ഫാമിലി എന്നൊരവസ്ഥയാണ്. ഏതാണ്ട് ഒരു സിനിമാ കഥ പോലെയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? നഗരസഭാ ഭരണമാണോ നടക്കുന്നത്? തമ്മിത്തല്ലാണോ? മോഷണം, കൗൺസിലർക്കെതിരെ പരാതി, ചെയർപേഴ്സണോ അങ്ങോട്ടും ഇങ്ങോട്ടും വാളും പരിചയമായിട്ടുള്ളൊരു യുദ്ധം. അതിൻ്റെ അവസാനത്തെ അവസ്ഥ എന്താണ്? ശരത്ത്, മധുവിധു കാലം കഴിഞ്ഞു. കലഹങ്ങളുടെ നാളുകളാണ് പാലാ നഗരസഭയിൽ ഇപ്പോൾ UDFിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 26-അംഗ കൗൺസിലിൽ 14 പേരാണ് UDFിന്, 12 പേർ LDFിന്. ഈ 14 പേരുടെ പിന്തുണ എന്ന് പറയപ്പെടുന്നത് ഒരു കുടുംബത്തിലെ 3 പേർ, ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം, ദിയ പുളിക്കക്കണ്ടം, ഒപ്പം തന്നെ മറ്റൊരു സ്വതന്ത്ര അംഗം. അങ്ങനെ 14 പേരുടെ പിന്തുണയിലാണ് LDFിൽ നിന്നും ഭരണം പിടിച്ചെടുത്തുകൊണ്ട് UDF നഗരസഭ ഭരണം തുടർന്ന് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ UDFിന് തലവേദനയാകുന്നത്. കോൺഗ്രസിലെ ഒരംഗം, അതായത് ബിജു മാത്യൂസ് എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ പരാതിയിൽ തുറന്നുണ്ടായ കലഹം ഇപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. അതിലിപ്പോൾ മോഷണ ആരോപണമാണ് ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത്. ചെയർപേഴ്സൻ്റെ ഫയലും വാച്ചും കോൺഗ്രസ് അംഗമായിട്ടുള്ള ബിജു മാത്യൂസ് മോഷ്ടിച്ചു എന്നുള്ളതാണ് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെയും ഒപ്പം തന്നെ ചെയർപേഴ്സണായിട്ടുള്ള ദിയ പുളിക്കക്കണ്ടത്തിൻ്റെയും പരാതി. ദിയയുടെ പിതാവാണ് ബിനു മുമ്പും LDFിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷം പിന്നീട് UDFിൻ്റെ ഭാഗമായി ഇത്തവണ സ്വതന്ത്രനായി മത്സരിച്ചു. അവരുടെ 3 പേരുടെ, ബിനുവിൻ്റെ സഹോദരൻ ബിജു, ഒപ്പം തന്നെ ബിനുവിൻ്റെ മകൾ ദിയ, ഇവരുടെ പിന്തുണയിലാണ് പാലാ നഗരസഭയിലെ ഭരണം UDF മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പുതിയ സംഭവ വികാസം എന്ന് പറയപ്പെടുന്നത് ടീം UDF എന്ന പേരിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഈ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നും ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടവും പിതാവ് ബിനു പുളിക്കക്കണ്ടവും സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും ഉൾപ്പെടെയുള്ള ആളുകളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ 3 പേരും ഒപ്പം തന്നെ മാണി സി കാപ്പൻ വിഭാഗത്തിലെ ഒരു അംഗവും ഈ UDFിൻ്റെ ടീം UDF എന്ന് പറയപ്പെടുന്ന വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു. അതിനവർ പറയുന്നത് നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ടീം UDF ആണ്. എന്നാൽ ടീം UDFിന് ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലെ ചില അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇക്കാലം അത്രയും ചെയ്ത സഹായങ്ങൾക്ക് എല്ലാവരോടും നന്ദി പറയുന്നുവെന്ന കുറിപ്പോടുകൂടി, ഒരു വലിയ നീണ്ട കുറിപ്പാണ്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ദിയ പുളിക്കക്കണ്ടം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തു പോയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അങ്ങനെ കലുഷിതമായ ഒരു സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അടിയന്തരമായി UDF അംഗങ്ങളുടെ പാർലമെന്ററി പാർട്ടി യോഗം മാണി സി കാപ്പൻ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് ഈ യോഗം പാലായിൽ ചേരുക. ചേർത്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരാണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടത്. ഇവരെയൊക്കെ ജയിപ്പിച്ചെടുത്തത് ഭരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവർക്ക് ഭരിക്കാൻ നേരമില്ല, തമ്മിലടിയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ് കൗൺസിലർമാർ, മറുഭാഗത്ത് കോൺഗ്രസ് ഇതര UDF കൗൺസിലർമാർ. അങ്ങനെ നിന്ന് പൊരുതുകയാണ്. മോഷണം, കേസുകൾ, ഒരുമാതിരി ഒരു വല്ലാത്ത അലവലാതി ഏർപ്പാടായി മാറുന്നു. ഭരണം എന്നുള്ളതല്ല ഇവർക്കൊന്നും അവിടെ നടക്കുന്ന, അവരുടെ ജോലിയും ഉത്തരവാദിത്വമല്ല, അതല്ല എന്ന് തന്നെ പറയേണ്ടി വരും.